ലോകത്തിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്തൊരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ നവദമ്പതികൾക്ക് ക്ലബിൽ സ്വീകരണം നൽകുന്നതാണ് രംഗം. എനിക്ക് കേൾക്കണ്ട. ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. സർപ്രൈസ് ഒളിഞ്ഞിരിക്കുന്ന ഈ മീറ്റിംഗിൽ പണി കിട്ടുമ്പോൾ നവവധു എങ്ങനെ പ്രതികരിക്കും? കപ്പിളായ മാത്രമേ നോക്കി ഗ്രൂപ്പ് നമ്മുടെ ക്ലബിലോട്ട് എൻട്രൻസ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. സോ ഈ മാസം 10-ാം തീയതി കല്യാണം കഴിഞ്ഞു. നിനക്കതൊക്കെ എങ്ങനെ വീഡിയോ കോളിലുണ്ടായിരുന്ന സമയത്ത് പോലും എനിക്ക് ചെറിയ കാര്യത്തിലും എന്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചു. അത് ഞാൻ മാത്രമല്ല, എന്നോട് ചോദിച്ചു, ഞാനും അങ്ങോട്ട് ചോദിച്ചു. ചതി, കളവ്, വഞ്ചന, തെമ്മാടിത്തം ഇതൊന്നും കുഞ്ഞുട്ടന്റെ കയ്യിലില്ല. നേരെ വാ, നേരെ പോ. ലിക്കർ കഴിക്കില്ല. നെക്സ്റ്റ് ടൈം എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. നമ്മുടെ ക്ലബിനെ സംബന്ധിച്ച് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് OWC. നമ്മുടെ കൂടെ പാർട്ട്ണറായിട്ട് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആള് ഒന്ന് മറ്റൊരു സ്ഥലത്തിൽ ഒന്ന് ചേഞ്ച് ആവുകയാണ്. ഓക്കെ, അങ്ങനെ വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പെയർ ചേഞ്ച് ചെയ്യാം. ഒരു മരുമാലങ്കൾ തോർത്താനം പറയലേ. റൂം ഏതായിരുന്നു? 3-2 സംതിങ് ലൈക്ക്. എന്താ എന്റെ ഉദ്ദേശം? നാളെ രാവിലെ നാളെ രാവിലെ ഒരു 9 o'clock വരുവാ. 9 to 9:30. നമുക്ക് കാറിൽ പോകുന്നു, ബൈക്കിൽ പോകുന്നു. എന്നിട്ട് മോള് പറഞ്ഞാൽ മതി. പാർവതിയുമായിട്ട് ഇപ്പൊ മനസ്സിൽ പോവാം. പിന്നെ അഞ്ജലി, നമുക്ക് 1009 അപ്പൊ നമുക്ക് പോവാം. നമുക്ക് പിന്നെ പുറത്ത് പോയി കറങ്ങി തിരിച്ചു വന്ന് റൂമിൽ സ്പെൻഡ് ചെയ്താൽ മതിയോ, അതോ ഡയറക്റ്റ് റൂമിൽ പോകുന്നു? ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. നാളെ രാവിലെ കൊണ്ട് ആക്കാം. എങ്ങോട്ട് പോകുന്നു? ജസ്റ്റ് പുറത്തോട്ട് ഒരു സിനിമ കണ്ടിട്ട് ജസ്റ്റ് വരാം. എന്നോട് പറഞ്ഞോണോ? ഈ ക്ലബിന്റെ ഒരു റൂൾ ഇങ്ങനെയാണ് പോകുന്നത്. ഒരു എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലബിന്റെ എന്റർടൈൻമെന്റ് ഇതാണ്. എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. വർഷങ്ങളായിട്ട് ഇതാണ് നമ്മൾ ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് എത്ര നാളായിട്ട് പിന്നെ അറിയാം? മെമ്പർ ആയിരുന്നല്ലോ, കപ്പിളായപ്പോഴാണ് വരാൻ പറ്റിയത് ആൾക്ക്. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ. എന്നെ ഇവിടെ കൊണ്ടുവന്ന മനോജാണ്. എന്റെ ഹസ്ബൻഡാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ആരുടെ കാര്യം അറിയണ്ട? അത് അറിയണ്ട എന്നല്ല, ഇനി നാളെ രാവിലെ 9 വരെ അറിയണ്ട. ഇനി നമ്മളെ കാര്യം അവര് തിരക്കില്ല. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല. നമുക്ക് റൂമിലോട്ട് പോവാം. വരൂ. ഹോട്ടലാണെന്ന കാര്യം എനിക്ക് പ്രശ്നമല്ല. മനോജ് എന്റെ വൈഫോട്ട് പോയി. വരൂ. ഞാൻ പറഞ്ഞോട്ടെ. അല്ലേ നമുക്ക് റൂമിൽ പോയി കഥയൊക്കെ പറഞ്ഞിരിക്കാം. വരൂ വരൂ അഞ്ജലി, വരൂ. എന്റെ മേത്ത് കൈവയ്ക്കരുത്. നിനക്കൊക്കെ എന്നെ ശരിക്കും അറിയാൻ പാടില്ല. പോയി തരത്തി പോയി കളിക്കണം. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കും. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല.